ഗോവിന്ദയും അവന്റെ ഭാര്യ ഗൗരിയും തമ്മിൽ അത്ര രസത്തിലല്ലായിരുന്നു. അവന്റെ അച്ഛന്റെ പേരിലുള്ള ബംഗ്ലാവിലാണ് അവരിപ്പോൾ താമസിക്കുന്നതെങ്കിലും മരിച്ചുപോയ അയാൾ ആദ്യം മറ്റൊരു വിവാഹം കഴിച്ചിരുന്നതിനാൽ ആ ബംഗ്ലാവിന്റെ അവകാശത്തെ ചൊല്ലി ഇപ്പോഴും കേസ് നടക്കുകയാണ്. സ്വന്തം ഭാര്യയുമായി തീരെ പൊരുത്തപ്പെടാൻ സാധിക്കാത്ത ഗോവിന്ദ അവളെ ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും കല്യാണത്തിന് സ്ത്രീധനമായി വാങ്ങിയ വലിയ തുക അവൾക്ക് തിരിച്ചു നൽകാനില്ലാത്തതിനാൽ അവന്റെ ആ ആഗ്രഹം അങ്ങ് നീണ്ടുപോയി. എന്നാൽ ഒരു ഡാൻസ് കൊറിയോഗ്രാഫറായിരുന്ന അവൻ സുഗു എന്നൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയും അവളുടെ കൂടെ ചേർന്ന് പുതിയൊരു ഡാൻസ് സ്റ്റുഡിയോ ആരംഭിക്കുകയും ചെയ്തു. അവന്റെ അവിഹിതം ഭാര്യയായ ഗൗരിക്കറിയാമായിരുന്നെങ്കിലും അവനെ പുല്ലുവിലയായിരുന്ന അവൾക്ക് അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. പക്ഷെ അവളും അവനെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി വീട്ടിൽ ഇൻഷുറൻസ് എടുക്കാൻ വന്ന ഒരുത്തനെ തന്റെ ബോയ് ഫ്രണ്ടായി അവന്റെ മുന്നിൽ അവതരിപ്പിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വില കൂടിയ മയക്കുമരുന്നുമായി വന്ന ഒരു പയ്യന്റെ കാറ് ഗോവിന്ദയുടെ മുന്നിൽ വെച്ച് ആക്സിഡന്റ് ആയി. ഉടനെ തന്നെ അവൻ കാമുകിയായ സുഗുവിനെ വിളിച്ച് കാറിൽ നിന്ന് ആ മയക്കുമരുന്ന് എടുക്കുകയും അത് വലിയൊരു തുകയ്ക്ക് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാനും ബംഗ്ലാവിന്റെ കേസ് നടത്താനും പ്ലാൻ ഇട്ടു. എന്നാൽ അതുമായി അവർ അവൻ താമസിക്കുന്ന ബംഗ്ലാവിലെത്തിയപ്പോഴാണ് അവന്റെ ഭാര്യ ഗൗരി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. അത് കണ്ട് അവരൊന്നും ഞെട്ടിയെങ്കിലും കയ്യിൽ മയക്കുമരുന്നുള്ളതിനാൽ അത് പോലീസിൽ അറിയിക്കാൻ നിൽക്കാതെ അവരവളെ വീടിന്റെ കോമ്പൗണ്ടിൽ കുഴിച്ചിട്ടു. പിറ്റേന്ന് പണിക്ക് വന്ന വേലക്കാരിയോട് ഭാര്യ അവളുടെ വീട്ടിൽ പോയെന്ന് അവൻ കള്ളം പറഞ്ഞെങ്കിലും അവന്റെ പെരുമാറ്റത്തിൽ അവൾക്കൊരു പന്തികേട് തോന്നി. ഗൗരിയെ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതും നിലം തൂത്തപ്പോൾ സോഫയുടെ അടിയിൽ നിന്ന് രക്തപ്പാടുള്ള ചില്ല് കഷ്ണം ലഭിച്ചതും അവളുടെ സംശയത്തിന് ആക്കം കൂട്ടി. ഉടനെ തന്നെ അവൾ ഗൗരിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. സംശയത്തിന്റെ പേരിൽ പോലീസ് ഗോവിന്ദയെ ചോദ്യം ചെയ്തെങ്കിലും തനിക്കൊന്നും അറിയില്ലെന്ന് അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അവന്റെ കാമുകിയായ സുഗുവിനെ പോലീസ് ചോദ്യം ചെയ്തതും ഗോവിന്ദയാണ് അവളെ കൊന്നതെന്നും അവന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ അവളെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും അവന്റെ കയ്യിൽ വില കൂടിയ മയക്കുമരുന്നുണ്ടെന്നും പറഞ്ഞ് അവൾ അവനെ ഒറ്റിക്കൊടുത്തു. പക്ഷെ അവൾ കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളിലൊക്കെ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഗൗരിയുടെ ബോഡിയോ മയക്കുമരുന്നിന്റെ സാന്നിധ്യമോ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ശരിക്കും ഗൗരി മരിച്ചിട്ടില്ലായിരുന്നു. അവൾ ചേർന്ന 2 കോടിയുടെ ഇൻഷുറൻസ് പെട്ടെന്ന് ലഭിക്കാനും അവർ താമസിക്കുന്ന കേസിലുള്ള ആ ബംഗ്ലാവ് ഇല്ലീഗലായി നിർമ്മിച്ചതാണെന്ന് എതിർകക്ഷി അറിയുന്നതിന് മുന്നേ അവർക്ക് തന്നെ വലിയൊരു തുകയ്ക്ക് ആ ബംഗ്ലാവ് വിറ്റ് കേസ് സോൾവ് ആക്കാനും വേണ്ടി ഗോവിന്ദയും ഗൗരിയും ചേർന്ന് നടത്തിയൊരു പ്ലാനായിരുന്നു അത്.